റോക്കിയെ കൂട്ടുകാർ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഡോക്ടർ അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ റോക്കി നിർബന്ധിച്ചു ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോന്നു. റോക്കി ഒറ്റയ്ക്കാണ് താമസം. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പില്ല. ഞങ്ങളും കൂടി ഇവിടെ കിടക്കാം ആശാനെ, ഒരു കൂട്ടുകാരനായ ജോബി പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് മതി, ഇവിടെ വേറെ ആരും വേണ്ട, റോക്കി ദേഷ്യപ്പെട്ടു. അപ്പോൾ തന്നെ എല്ലാവരും പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയ പൊറോട്ടയും ബീഫും കഴിച്ചു റോക്കിയും കിടന്നു. ഉറക്കമൊന്നും വന്നില്ല. അവൻ്റെ മനസ്സിൽ ജ്വാലയുടെ മുഖമായിരുന്നു. നിന്നെ ഞാൻ വിടില്ലടി, എനിക്ക് വേണം നിന്നെ, റോക്കി മുരണ്ടു. ജ്വാലയ്ക്ക് പിറ്റേന്ന് തന്നെ കരാട്ടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. സൂര്യനും അവളുടെ കരാട്ടെ പഠനത്തിൻ്റെ ടൈമിങ്ങിലേക്ക് മാറി. മാസ്റ്റർ ആണ് പെട്ടത്. കാരണം ക്ലാസ്സിലെ മറ്റു ചെറുപ്പക്കാരുടെ കണ്ണുകൾ മൊത്തം ജ്വാലയിലായിരുന്നു. അവരുടെ പഠനത്തിൻ്റെ ആവേശം കൂടി. അതൊക്കെ ജ്വാലയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. മാസ്റ്റർ ജ്വാലയെ ഏറ്റവും പിന്നിൽ കൊണ്ടു നിർത്തി പ്രശ്നം പരിഹരിച്ചു. അർജുൻ, നിനക്ക് ബാബയുടെ ആഗ്രഹം പോലെ ഇവിടെ അടുത്ത് തന്നെ പഠിച്ചൂടെ? സോജൻ തിരക്കി. ഇത്രയും കാലം ഇവിടെ തന്നെയല്ലേ പഠിച്ചത്, ഇനി എനിക്ക് പറ്റില്ല. അർജുൻ തലകുടഞ്ഞു. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. സോജൻ തിരിഞ്ഞു നടന്നു. അങ്കിൾ, ഒന്ന് സമ്മതിച്ചേക്ക്, അവൻ പൊയ്ക്കോട്ടെ, ക്ലാസ് ഇല്ലാത്തപ്പോൾ വരാലോ. സോജൻ അയാളെ നോക്കി പറഞ്ഞു. പൊയ്ക്കോട്ടെ, ദിവസവും വിളിക്കണമെന്ന് പറ, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. ഓക്കെ അങ്കിൾ. സോജൻ തിരിഞ്ഞു നടന്നു. ഇതെല്ലാം അർജുനും കേൾക്കുന്നുണ്ടായിരുന്നു. അവന് സന്തോഷം തോന്നി. റോക്കി 2 ദിവസം റെസ്റ്റ് എടുത്തു. പിന്നെ ആദ്യത്തെ പോലെ അവൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. ജ്വാലയ്ക്ക് യൂണിഫോമും വെള്ള ബെൽറ്റും കിട്ടി. അവൾ വളരെ ആവേശത്തോടെയും കൂർമ്മബുദ്ധിയോടെയും മാസ്റ്റർ പറയുന്ന ഓരോ കാര്യങ്ങളും വേഗം പഠിച്ചെടുത്തു. മറ്റു പെൺകുട്ടികളെ അപേക്ഷിച്ച് ജ്വാല മികച്ചു നിന്നു. അർജുൻ തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിരുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവൻ വീട്ടിലേക്ക് വന്നു. ജ്വാലയെ മാസ്റ്റർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഗ്രേഡിംഗ് പരീക്ഷകളിലെല്ലാം അവൾ മികച്ചു നിന്നു. കരാട്ടെ ബെൽറ്റ് റാങ്കിങ്ങിലെ മഞ്ഞ, ഓറഞ്ച്, പച്ച എന്നീ ബെൽറ്റുകൾ അവൾ കരസ്ഥമാക്കി. ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കത്തയിലും കുമിതിലും അവൾ പങ്കെടുത്തു ഗോൾഡ് മെഡൽ നേടി. കരാട്ടെ സ്കൂളിൻ്റെ അഭിമാനമായി അവൾ ഉയർന്നു വന്നു. അർജുൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വന്നു. ഏട്ടൻ ആനന്ദ് തിരക്കുള്ള ഒരു സർജൻ ആയി മാറിയിരുന്നു. സോജനാണ് പെട്ടത്. അർജുനെ അധികം കാണാൻ കഴിയാറില്ല. അവൻ അവിടെ അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. സോജന് ഹാക്കിംഗ് നല്ല വശമാണ്. എന്തു കാര്യവും നിമിഷ നേരം കൊണ്ട് അവൻ ഹാക്ക് ചെയ്തെടുക്കും. ജ്വാല കോളേജിൽ 3-ാം വർഷ വിദ്യാർത്ഥിനിയായി മാറി. ക്ലാസ് തുടങ്ങിയപ്പോൾ സൂര്യൻ വാങ്ങിക്കൊടുത്ത സ്കൂട്ടിയിൽ ആണ് അവൾ കോളേജിലേക്ക് വന്നത്. കോളേജ് ഗേറ്റ് കടന്നതും പിന്നിലൂടെ മറ്റൊരു സ്കൂട്ടി വന്ന് ജ്വാലയുടെ വണ്ടിയിലിടിച്ചു. മറിഞ്ഞു വീണെങ്കിലും അധികം സ്പീഡ് ഇല്ലാത്തത് കാരണം കാൽമുട്ടിലും കയ്യിലും കുറച്ച് തൊലി ഇളകി. ജ്വാല ദേഷ്യത്തോടെ തല ഉയർത്തി മറ്റേ സ്കൂട്ടിയിലെ പിള്ളേരെ നോക്കി. ഒരേ മുഖമുള്ള 2 പേർ, ഫോട്ടോ കോപ്പി പോലെ. ഒറ്റ നോട്ടത്തിൽ പറയാം ട്വിൻസ് ആണെന്ന്. പാലുപോലെ വെളുത്ത 2 സുന്ദരി കുട്ടികൾ. അവർക്ക് ഒരേ ഡ്രസ്സായിരുന്നു, ഒരേ ഹെയർ സ്റ്റൈലായിരുന്നു. ജ്വാല അത്ഭുതത്തിൽ അവരെ നോക്കി. ഹലോ, എന്തെങ്കിലും പറ്റിയോ? അവർ ചോദിച്ചു. ഇല്ല, അവൾ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. ജ്വാലയെ അവർ എണീപ്പിച്ചു. വണ്ടിയും ഉയർത്തി കൊടുത്തു. സോറി ചേച്ചി, ഞങ്ങൾ ഇവിടെ ആദ്യ വന്നപ്പോൾ തന്നെ കോളേജ് ഒന്ന് നോക്കിയപ്പോൾ ചേച്ചിയെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറ്റിയതാ, റിയലി സോറി. അവർ പിന്നെയും ക്ഷമ പറഞ്ഞു. സാരമില്ല, അവൾ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്? അതിലൊരാൾ കൈനീട്ടി. ജ്വാല അന്തം വിട്ടു നിന്നു. റോക്കി കാരണം ആരും അവളോട് മിണ്ടാറു പോലും ഇല്ല. അപ്പോഴാണ് ഇവർ. ചേച്ചി, ഫ്രണ്ട്സ്? അവൾ ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് ജ്വാലയുടെ കൈ അവൾ തന്നെ പിടിച്ചെടുത്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഫ്രണ്ട്സ്. ജ്വാല ചിരിച്ചുപോയി. ഞാൻ പറയേണ്ട ഉത്തരം താൻ തന്നെ എന്തിനാ പറഞ്ഞത്? ജ്വാല ചോദിച്ചു. ചേച്ചി ഉത്തരം പറയില്ല എന്ന് തോന്നി, അതാ ചേച്ചിയുടെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞത്. ഇവിടെ ഓഫീസ് എവിടെയാ? അതിൽ ഒരാൾ ചോദിച്ചു. ജ്വാല ഓഫീസ് കാണിച്ചു കൊടുത്തു. ചേച്ചിയുടെ പേരെന്താന്ന് പറയൂ? ഒരാൾ ചോദിച്ചു. ജ്വാല, അവൾ പറഞ്ഞു. BA പൊളിറ്റിക്സ് 3rd ഇയർ, അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ മെറി സിൻഡ. ഒരാൾ കൈ കൊടുത്തു. ഞാൻ ജെറി സാൻഡ. മറ്റേ കുട്ടിയും കൈ കൊടുത്തു. ഞങ്ങൾ ട്വിൻസാണ്, BA പൊളിറ്റിക്സ് 1st ഇയർ, അവൾ കൂട്ടിച്ചേർത്തു. ഓക്കെ ചേച്ചി, കാണാം പറഞ്ഞുകൊണ്ട് അവർ ഓഫീസിലേക്ക് നടന്നു.
ജ്വാല അവളുടെ ക്ലാസ്സിലേക്കും. അവൾക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി. ആദ്യത്തെ ദിവസമായതിനാൽ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ജെറിയും മെറിയും കോളേജ് ചുറ്റിക്കാണാൻ ഇറങ്ങി. മൊത്തം ചുറ്റിക്കറങ്ങി ക്ഷീണിച്ച് ക്യാൻറ്റീനിലെത്തി. അവിടെ ജ്വാലയും ഉണ്ടായിരുന്നു. "ഹായ് ജ്വാല ചേച്ചി," ജെറി വിളിച്ചു കൂവി. മെറിയും കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന ജ്വാലയുടെ അടുത്തേക്ക് പോയി. കട്ട്ലറ്റ് ഓർഡർ ചെയ്ത് വാങ്ങി. ജെറി ഒരു പീസ് കട്ട്ലറ്റ് ജ്വാലയുടെ വായിലേക്ക് കുത്തി തിരുകി. മെറി ചായ ഗ്ലാസ് ജ്വാലയുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. അവൾ കുറച്ചു കുടിച്ചു. ജ്വാലയ്ക്ക് അത്ഭുതമായിരുന്നു. ആരും തന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. മറ്റു കുട്ടികളും അത്ഭുതത്തോടെ അവരെ നോക്കി. ഇതിവരുടെ ലൈഫ് ലോങ് കൂട്ടുകെട്ടാണെന്ന് ആരും അറിഞ്ഞില്ല. വേറെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ലോങ് റിലേഷൻഷിപ്പ് ഇവിടെ തുടങ്ങി. ജ്വാലയെ കഴിപ്പിച്ചതിന് ശേഷം അവളുടെ മുന്നിലുണ്ടായിരുന്ന പപ്സ് ജെറിയും മെറിയും തട്ടിപ്പറിച്ചു. ഒരാൾക്ക് ചെറിയ കഷ്ണവും മറ്റേയാൾക്ക് വലിയ കഷ്ണവും ആണ് കിട്ടിയത്. അതിലുള്ള മുട്ട പൊടിഞ്ഞു പോവുകയും ചെയ്തു. "ഇപ്പോൾ സമാധാനമായല്ലോ," രണ്ടുപേരും പരസ്പരം പറഞ്ഞു. രണ്ടുപേരും കിട്ടിയത് സമമാക്കി പരസ്പരം വായിൽ വെച്ചു കൊടുത്തു. എന്ത് കിട്ടിയാലും ഇവർ ഇങ്ങനെയാണെന്ന് വൈകാതെ എല്ലാവർക്കും മനസ്സിലായി. ആറ്റം ബോംബിന് കൈയും കാലും വച്ചവർ. കോളേജ് ഇളക്കി മറിക്കാൻ ഇരുവരും തയ്യാറായി.